വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത് 16 സ്ഥാനാർത്ഥികൾ. വോട്ടിംഗിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു. പരസ്യപ്രചാരണം ഇന്നലെ കഴിഞ്ഞതോടെ മുന്നണികളെല്ലാം ഇന്ന് നിശബ്ദ പ്രചാരണത്തിലായിരിക്കും. 16 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 3 മുന്നണികളും ആവേശം വാനോളം ഉയർത്തിയാണ് ഇന്നലെ കൊട്ടിക്കലാശം നടത്തിയത്. നിലവിൽ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നിന്നായി 14,71,742 വോട്ടർമാരാണുള്ളത്. 1,354 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കുക. ഇതിൽ 11 ബൂത്തുകൾ അതീവ സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഇവിടങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കും. ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10-12 വാർഡുകൾക്കായി ചൂരൽമലയിൽ 2 ബൂത്തുകളും 11ാം വാർഡിൽ ഉൾപ്പെട്ടവർക്കായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 ബൂത്തും സജ്ജമാക്കും. ഒപ്പം അതീവ സുരക്ഷാ സംവിധാനമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. അന്തർ സംസ്ഥാന സേനയും അന്തർജില്ലാ സേനയും തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ ജില്ലയിൽ എത്തിയിട്ടുണ്ട്. NCC, SBC തുടങ്ങി 2700 പോലീസ് അധിക സേനയും ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് നാളെ ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.